അന്ന് ഞങ്ങൾ തറയിലിരുന്ന് കണ്ടപ്പോൾ സോഷ്യൽ മീഡിയ ഒന്നും ഉണ്ടായിരുന്നില്ല. 12 വർഷം മുമ്പല്ലേ ഞാൻ സിനിമാ നടിയായത്. അതിനു മുമ്പുള്ള എന്റെ വർഷങ്ങളിലും ഞങ്ങൾ ഇവിടെ തറയിലിരുന്ന് തന്നെയാണ് കണ്ടിട്ടുള്ളത്. കസേരയൊക്കെ പിന്നീട് വന്ന കാര്യങ്ങളാണ്. പണ്ട് സിനിമയിലൊക്കെ വരുന്നതിന് മുമ്പ് എന്റെ അമ്പലത്തിൽ ഞാൻ പെർഫോം ചെയ്തിട്ടുള്ളത് അത് കൃഷ്ണനായിട്ടും രാധയായിട്ടും ഒക്കെ. അപ്പം സിനിമയിലൊക്കെ വന്നതിന് ശേഷം ആദ്യമായിട്ടാണ് ഞാൻ മാത്രമല്ല എന്റെ ഒരു ടീം, എന്റെ കൂടെ പഠിച്ചവര്, നാട്ടിലെ പരിചയക്കാര്, നമ്മളെല്ലാരും കൂടി ഒരു 14 പേര് ചേരുന്ന ഒരു പെർഫോമൻസ് ചെയ്തത്. ഒരു സിനിമാറ്റിക് ഫ്യൂഷൻ കൈകുട്ടിക്കളി എന്നുള്ള രീതിയിൽ. പക്ഷെ ഒത്തിരി സന്തോഷം, കാരണം എവിടെയൊക്കെ പോയി ചെയ്താലും നമ്മുടെ നാട്ടിൽ ചെയ്യുന്നത് ഒരു പ്രത്യേക ഫീലാണ്. ഒത്തിരി സപ്പോർട്ടീവ് ആയിരുന്നു എല്ലാവരും. ഒത്തിരി സന്തോഷം. അത് തറയിലിരുന്ന് കണ്ടിട്ടുള്ളവര് പണ്ടത് കാണാഞ്ഞത് അന്ന് ഞങ്ങൾ തറയിലിരുന്ന് കണ്ടപ്പോൾ സോഷ്യൽ മീഡിയ ഒന്നും ഉണ്ടായിരുന്നില്ല. 12 വർഷം മുമ്പല്ലേ ഞാൻ സിനിമാ നടിയായത്. അതിനു മുമ്പുള്ള എന്റെ വർഷങ്ങളിലും ഞങ്ങൾ ഇവിടെ തറയിലിരുന്ന് തന്നെയാണ് കണ്ടിട്ടുള്ളത്. കസേരയൊക്കെ പിന്നീട് വന്ന കാര്യങ്ങളാണ്. പക്ഷെ അന്നത് ആരും ശ്രദ്ധിക്കാണ്ടിരുന്ന അന്ന് സോഷ്യൽ മീഡിയയോ ഇൻസ്റ്റാഗ്രാമോ ഫേസ്ബുക്കോ ഒന്നും ഉണ്ടായിരുന്നില്ല. സോ ഞങ്ങൾക്ക് ഇപ്പോഴും ഞങ്ങളുടെ ഉത്സവവും സപ്താഹയജ്ഞമൊക്കെ നടക്കുമ്പോൾ ഞങ്ങൾക്ക് ആ ഒരു ഫ്ലോറിൽ ഇരുന്ന് തന്നെ കാണാനാണ് ഇഷ്ടപ്പെടുന്നതും ആസ്വദിക്കുന്നതും ഒക്കെ. ഞങ്ങളും ഞങ്ങളുടെ ബാച്ച്മേറ്റ്സും ക്ലാസ്മേറ്റ്സും ഒക്കെ അതാണ് ചെയ്യുന്നത്. സോ അതിപ്പോഴും ചെയ്യുന്നു, അത്രേ ഉള്ളൂ. പുതിയ സിനിമയൊന്നും കമ്മിറ്റ് ചെയ്തിട്ടില്ല. നല്ലത് വരുമ്പോഴത്തേക്ക് എന്തായാലും ചെയ്യും. ഓക്കെ, താങ്ക് യു.